മാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ സുക്ക ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മഞ്ഞൾ, മുളക്, ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ട് 7 വലിയ ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകവും 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടിയിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ട് 1 ഏലക്കയും 2 ഗ്രാമ്പുവും 1 കഷ്ണം പട്ടയും ഇട്ട് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. തണിഞ്ഞു കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് വറുത്തിട്ട് നേരത്തെ പൊടിച്ച് വെച്ച മസാലക്കൂട്ടിലിട്ടിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് വറുത്തിട്ട് നേരത്തെ പൊടിച്ച് വെച്ച മസാലക്കൂട്ടിലിട്ടിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഗീ ആണെങ്കിൽ ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ഒഴിച്ചാൽ കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാവും. അതിലേക്ക് 2 വലിയ ഉള്ളി മുറിച്ചിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്തൊരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയതിന് ശേഷം മസാല ഇട്ട് തിരക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നമുക്കിനി 1/2 പൊടിച്ചു വെച്ച പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 വലിയ തക്കാളി മുറിച്ചതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ അവിടെ എടുത്തേക്കുന്നത്. തേങ്ങയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് വറുത്ത് മാറ്റി വെച്ചേക്കുന്ന പൊടിയിൽ ഇട്ട് പൊടിച്ചെടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം. അടച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. തേങ്ങ മറ്റേ മസാലയിലിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ ചിക്കൻ സുക്ക റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.